ഇപ്പൊ ഫഹദിന് ഓപ്പോസിറ്റ് ഒക്കെ നിൽക്കുമ്പോൾ വിനയിലുണ്ടാവുന്നൊരു എന്തൂസിയാസം ഉണ്ട്, അല്ലെങ്കിൽ വിനയ് കുറച്ചുകൂടി കോമ്പറ്റീഷൻ ഒക്കെ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് വിനയില്. ഓടുകുതിര ചടുകുതിരയിലേക്ക് വരുമ്പോൾ മാലിക്കുമായിട്ട് ഒരു രീതിയിലും ബന്ധമില്ലാത്തൊരു വേൾഡാണ്. അവിടെ എന്തായിരുന്നു മെയിൻ വിനയുടെ ഉദ്ദേശം എന്തായിരുന്നു ഫഹദിന് ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ? ഫഹദ് ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സിൽ ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഫഹദ്. പിന്നെ നമ്മളിപ്പോ 4-5ാമത്തെ സിനിമ ഒരുമിച്ച് ചെയ്യുന്നു. അപ്പം നമ്മള് ലൈക്ക് ഞാൻ ഭയങ്കര സിങ്കാ. പിന്നെ മാലിക്കിലെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ ഇമോഷണൽ ട്രോമയിലും കൂടെ കടന്നു പോകുന്ന കഥാപാത്രമാണ് അയാൾക്ക്. അതായത് അടുത്ത സുഹൃത്തിനോടും പെങ്ങളോടും അമ്മേനോടും അച്ഛനോടും ഒക്കെയുള്ള ഇയാളുടെ അപ്സും ഡൗൺസും ഒക്കെയുള്ള ഭയങ്കര ഇമോഷണൽ ഇമോഷൻസ്. ഈ സിനിമ ശരിക്കും നമ്മള് ലൈക്ക് പ്ലേ ഫോർ ദ ഗാലറി എന്ന് പറയുന്ന സിനിമയാണ്. ഇതിൽ നമ്മൾ ഇതിന്റെ വേറൊരു ബാക്ക് സ്റ്റോറി പരിപാടിയൊന്നും ഇല്ല. ഇപ്പൊ ചില ആളുകൾ ഓരോ സിനിമയ്ക്ക് വേണ്ടി ഓരോ തയ്യാറെടുപ്പ് എന്നൊക്കെ പറയില്ല, അതൊന്നുമില്ല. ഇത് നമ്മൾ ഗാലറിക്ക് വേണ്ടി കളിച്ചിട്ട് ആളുകൾ എന്റർടൈൻ ചെയ്യുക, ആളുകൾ ചിരിക്കുക, അങ്ങനത്തെ പേർപ്പസ് ആണ്. അതുകൊണ്ട് ഈ കഥാപാത്രത്തിന്റെ ബാക്ക് സ്റ്റോറിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഒട്ടും കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആ മൊമെന്റിൽ നിൽക്കും, അൽത്താഫിന് കറക്റ്റ് ഒരു കാഴ്ചപ്പാടുണ്ടാവും, എന്ത് ചെയ്യണമെന്ന് പറയും, അത് പ്ലേ ചെയ്യുക, അങ്ങനെ ഒരു പരിപാടിയാണ് പിടിച്ചിട്ടുള്ളത്. ഈ ഹാൻഡിൽ ബാർ മീശ ആരുടെ ഐഡിയ? അതോ ഞാൻ 2 സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു. മറ്റേ പെഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ടൈമില് അൽത്താഫിനോട് ചോദിച്ചു. അൽത്താഫ് പറഞ്ഞത് കോൺസ്റ്റന്റ് ആയിട്ട് കുറച്ച് നാളുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്, അപ്പൊ നിങ്ങളെ ബാധിക്കാത്ത തരത്തിലൊരു ലുക്ക് ലോക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ആ അമീഷ വന്നത്. പക്ഷെ അമീഷ കണ്ണടിയൊക്കെ ഭയങ്കര ആഡഡ് പരിപാടിയായിട്ട് ഫീൽ ചെയ്തു. നമ്മള് കുറെ കാലമായി പറഞ്ഞ പോലെ ഒരു ഓവർ ദ ടോപ്പ് ഫൺ കാര്യം ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ ഇത് ഓവർ ദ ടോപ്പ് ചെയ്യാൻ നോക്കിയിട്ട് അത് ഫെയിൽ ആവുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം എല്ലാ ക്യാരക്ടേഴ്സും കുറച്ച് ലൗഡായിട്ടുള്ള എല്ലാ പൊടിയും വാരി വെതറിയിട്ടുള്ള ഒരു സിനിമ ചെയ്യുന്ന നേരത്ത് അതിനകത്തൊരു റിസ്ക്കും കൂടി ഇല്ലേ? ഇത് വൺസ് ഇത് വർക്കായിട്ടില്ലെങ്കിൽ, ഇപ്പം ഞണ്ടുകളുടെ നാട്ടിൽ കുറച്ചും കൂടി സട്ടിലാണ്, ഇവിടെ കുറേയും കൂടി ലൗഡായിട്ടുള്ള ബോളിവുഡ് സിനിമയൊക്കെ പോലെയാണ് നമുക്ക് ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള റിസ്ക് എലമെന്റ്സും ഇല്ലേ? ഞാൻ വിശ്വസിക്കുന്നത് എല്ലാം ട്രയൽ ആൻഡ് എറർ ആണ്. ട്രയൽ ചെയ്യാം, അത് ലൗഡ് ആണെങ്കിലും അതിലും ഒരു മീറ്റർ വെച്ചിട്ടുണ്ട്, അതിനൊരു ബോർഡർ ലൈൻ വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര എക്സ്ട്രീം ഓവർ ദ ടോപ്പ് ഇതിലോട്ടൊന്നും പോയിട്ടൊന്നുമില്ല. എല്ലാവർക്കും ആ ലോകം മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും അതായിട്ട് സെറ്റാണ്. അപ്പോ അതില് അങ്ങനെ ഭയങ്കര റിസ്കി എലമെന്റ് ഉള്ള പരിപാടിയൊന്നും ഇല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ ട്രെയ്റ്റ്സിന് മാത്രം ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നുള്ളൂ, ബാക്കി എല്ലാം സട്ടിൽ ആയിട്ടുള്ള പരിപാടിയാണ്. അതിനൊരു കമാൻഡ് ഉണ്ട് അൽത്താഫിന്. അതായത് നമ്മള് ഈ പറയുന്ന നമ്മുടെ എനർജിയിലും മറ്റേ ഈ മീറ്ററിൽ ഒരു കമാൻഡ് ഉണ്ട്. അത് എപ്പോ ഒരു ഇത്തിരി ലൗഡ് ആവുന്നു പറയുന്നിടത്ത് പുള്ളി കടിഞ്ഞാനിടും. അങ്ങനെയാണ്. പിന്നെ ഭയങ്കര വെൽ റിട്ടൺ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ഉണ്ട്, നമുക്ക് സീൻസ് ഉണ്ട്, ഡയലോഗ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഭയങ്കര അടിത്തറ സ്ട്രോങ് ആണ്. അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഇപ്പൊ ഫഹദ്, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഗംഭീര ആക്ടേഴ്സ് എത്ര ലൗഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഓക്കെയാ. ഇപ്പൊ നമ്മൾ അമ്പിളിച്ചാനെ കുറിച്ച് പറയും, അമ്പിളിച്ചാൻ എത്ര ലൗഡ് ചെയ്ത് കഴിഞ്ഞാലും പൊളിയാണത്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇന്നസെന്റിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ അൽപാച്ചിനോനെ കുറിച്ച് പറയും. അത് ഗ്രേറ്റസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന ആളുകൾക്ക് മാത്രം പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിങ് പാറ്റേൺ ആണ് ലൗഡ് ആവുക എന്നുള്ളത്. സട്ടിൽ ആക്ടിങ് എന്ന് പറയുന്ന ഒരുമാരപ്പെട്ട എല്ലാവർക്കും ചെയ്യാൻ പറ്റും, അത് ഈസിയാണ്. നല്ലൊരു ഫിലിം മേക്കർ ഉണ്ടെങ്കിൽ ഒരു ഡീസന്റ് കോമൺ സെൻസ് ഉള്ള ഒരാളെ കൊണ്ട് സട്ടിൽ ആക്ടിങ് ചെയ്യിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഈ ഒരു നമ്മളുടേതല്ലാത്തൊരു മീറ്ററിൽ പ്ലേ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇമോഷൻ ലൗഡായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് ഭയങ്കര ടഫറാണ്. അത് എല്ലാ ആക്ടേഴ്സിനും പറ്റില്ല. ഫഹദ് ഓവറായി ചെയ്താലും അത് കൺവിൻസിംഗ് ആണ്. അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. ഒരു 10-35 ഡയലോഗ് പറയുന്ന ആക്ടേഴ്സ് ഉണ്ട് പടത്തിൽ. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര എൻസെമ്പിൾ കാസ്റ്റും ഒരു ഇങ്ങനെ അങ്ങനെ ഒരു പരിപാടി സിനിമയിലുണ്ട്. ഈ ഫഹദ് ചില ക്യാരക്ടേഴ്സിന്റെ പെർഫോം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കൊടുക്കുന്ന ചില മാനറിസങ്ങളുണ്ട്. ഇപ്പം അന്നേ റസൂലിൽ അദ്ദേഹം ഈ നോട്ട് എണ്ണിയിട്ട് അത് പല സൈസിന്റെ ഡിസെൻഡിങ് ഓർഡർ അനുസരിച്ച് അത് ഇങ്ങനെ ഒതുക്കിയിട്ടാ പലപ്പോഴും ഡയലോഗ് പറയാ. അല്ലെങ്കിൽ ഇപ്പം ജോജിലി ചേട്ടത്തിയായിട്ട് കള്ളത്തരം എന്ന് പറയുന്ന സമയത്ത് ഓരോ വട്ടം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മുഖത്ത് വരുന്ന മാറ്റങ്ങളുണ്ട്. ഇത് അദ്ദേഹം റിഹേഴ്സലിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ അതോ ടേക്കുന്ന സമയത്ത് അത് മാറുമോ? റിഹേഴ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇടയിൽ ഒരു ഡിസ്കഷൻ സംഭവിക്കാറുണ്ടോ? മേജർ റിഹേഴ്സൽസ് ഇല്ല നമുക്ക്. ഇല്ല. ഈ അൽത്താഫിന്റെ പ്രോസസ്സിൽ നമ്മൾ മറ്റ് ഫിലിം മേക്കേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ
ഇപ്പൊ നമ്മൾ ആട്ടം പോലെ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ കുറെ റിഹേഴ്സൽസ് ഉണ്ടാവും. അൽത്താഫിന്റെ പ്രോസസ്സിൽ അധികം റിഹേഴ്സൽസ് ഇല്ല. നമ്മൾ ഡയറക്ട്ലി കോമഡി ഒരു 3 ടേക്ക് കഴിഞ്ഞാൽ ചമ്മന്തി അതാണ് വിഷയം. അപ്പൊ ആദ്യത്തെ 2 ടേക്കിൽ തന്നെ ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ അടിപൊളി. ഇവർക്ക് അഭിനയിക്കുന്ന ആളുകൾക്കും അത് സ്പോണ്ടേനിയസ് ആയിരിക്കും വന്നതേ. പിന്നെ ഇത് നമുക്കറിയാലോ ഇത് എവിടെ ലാൻഡ് ചെയ്യും, ഈ വേർഡ് എവിടെ ലാൻഡ് ചെയ്യും, മറ്റു വേർഡ് എവിടെ ലാൻഡ് ചെയ്യും എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ചിലപ്പോ ഇപ്പൊ സാധാരണ ആദ്യത്തെ ഒരു 2 ടേക്ക് വളരെ ക്രൂഷ്യലാണ്. ആദ്യത്തെ ടേക്കാണ് നമ്മുടെ റിഹേഴ്സൽ. എന്നിട്ട് അത് കഴിഞ്ഞ് കൃത്യമായിട്ട് ഇപ്പൊ ആ ടേക്ക് വർക്ക് ആയില്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് സ്പീഡാക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങനെ അൽത്താഫ് കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യും. അതായിട്ട് സെക്കൻഡ് ടേക്ക് പോകും. ഇപ്പൊ ചില ആക്ടേഴ്സ് ഒക്കെ കോമഡി ചെയ്തിട്ട് ഇത് വർക്കായോ ഡയറക്ടർ അടുത്ത് വന്ന് ചോദിച്ചത് കൺഫർമേഷൻ എടുത്തിട്ടാണ് പല സീൻസും പ്രോഗ്രസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അജു ചേട്ടനൊക്കെ അജു വർഗീസ് ഒക്കെ അങ്ങനെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കല്യാണി ഒരു സീൻ വന്ന് പെർഫോം ചെയ്തിട്ട് അൽത്താഫിനോട് ചോദിക്കും ഇത് വർക്കായോ, ആളുകൾക്ക് ചിരി വരുമോ, അങ്ങനെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇല്ല, ഞാൻ അങ്ങോട്ട് പോയി പറയും. മീൻസ് എനിക്കറിയാം, എനിക്ക് എന്തുവാണെന്ന് എനിക്കറിയാം. അപ്പൊ എനിക്ക് അത് കിട്ടണവരെ ഞാനത് എടുക്കും. മീൻസ് ഇപ്പൊ അവര് ചില സാധനങ്ങള് ഇവര് ഞാൻ വിചാരിക്കാത്തതിലും ഭയങ്കര മികച്ച പെർഫോമൻസ് ഒക്കെ തരും. അപ്പൊ അത് ആഡ് ഓൺ നമുക്ക് എന്നുള്ള രീതിയിൽ ഞാൻ കരുതും, അത് വെക്കും. അങ്ങനെ എല്ലാവരും ഞാൻ ഭയങ്കരമായിട്ട് നമ്മൾ ഇവരെയൊക്കെ ഈ ഇട്ട് കഴിഞ്ഞാലും പ്രശ്നമാണ്. അത് ഫ്രീ സ്റ്റൈലായിട്ടാണ് വിടുക, അവര് ചെയ്തോളും. അത് ചെയ്യാൻ ടാലന്റ് ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ വിളിക്കുന്നത്. അപ്പൊ ആ ഒരു വിശ്വാസമാണ്. പിന്നെ എവിടെയോ കോമഡിക്ക് വേണ്ടി കോമഡി ഉണ്ടായിട്ടില്ല കേട്ടോ. ഓരോ കഥാപാത്രത്തിന്റെ അവസ്ഥയിൽ നിന്നുള്ള കോമഡിയുടെ എക്സ്റ്റൻഷൻ തന്നെയാ. ഒരു കോമഡി ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ചെയ്യാം, ആ സാധനമില്ല. എപ്പോഴും നമ്മൾ കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ തന്നെയാണല്ലോ. നമ്മൾ ആ മീറ്റ് തന്നെയാണ് സിനിമയിലും പിടിച്ചിരിക്കുന്നത്. കല്യാണി, ഇപ്പൊ ഈ ആക്ടേഴ്സ് അവരുടെ റോൾസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിധമൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ പിന്നെ ഫോട്ടോക്ക് അതിനെ പറ്റി വലിയ വിശാലമായിട്ട് മൂവ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടെന്നല്ല, പൊതുവിൽ ഇപ്പോൾ ഒരു ഡയറക്ടർ ഒരു ക്യാരക്ടർ പറയുമ്പോൾ ആ ക്യാരക്ടറിന് ഒരു ബാക്ക് സ്റ്റോറി എഴുതി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആ ക്യാരക്ടറായിട്ട് കുറച്ച് ദിവസം ജീവിച്ചു നോക്കുക, അയാൾ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അങ്ങനത്തെ ആക്ടർ പ്രാക്ടീസുകളൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങൾ ബിലീവും ചെയ്യുന്നില്ല? അല്ല, അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അത്രേ ഉള്ളൂ. ഒരു സൂപ്പർ ഹീറോ ആയിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാ അത് പോയി പ്രാക്ടീസ് ചെയ്യാ? സോ ഇതുവരെ ചെയ്തിട്ടില്ല. ഐ മീൻ ഞാൻ ചെയ്യുന്ന സിനിമകളൊക്കെ ആ ഒരു കൊമേഴ്ഷ്യൽ സ്പേസിലാണ്. സോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യാനുള്ള ചാൻസ് കിട്ടിയാൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യും. ഈ കല്യാണി പ്രിയദർശന്റെ പേരിന്റെ കൂടെയുള്ള പ്രിയദർശൻ ഉണ്ടല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ കൺഫ്യൂഷൻ കോമഡികളുടെ ഒരു ലെഗസി ഉണ്ട്. അതൊരു സിനിമാറ്റിക് മാവലാണ്. അപ്പൊ പ്രിയദർശൻ കോമഡികളുടെ ഉള്ളിലേക്ക് ഒരു ബ്ലാക്ക് ഹ്യൂമർ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതായിരിക്കും ഓടുങ്ങുതിര ചടങ്ങുതിര. സോ ആക്ച്വലി ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂല് ഇത് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. ആക്ച്വലി ഈ ഡിസ്ക്രിപ്ഷൻ അല്ല, അൽത്താഫ്ക്ക് അത് കേട്ടില്ല, ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. സോ ബേസിക്കലി ഇതൊരു ഐ വുഡൻ സേ ഇറ്റ്സ് എ പ്രിയദർശൻ കോമഡി വിത്ത് അൽത്താഫ് ഡാർക്ക് ഹ്യൂമർ. ഇതൊരു കൊറിയൻ റോം കോം സാറ്റാറിക്കലായി ഒരു വെസ് ആൻഡേഴ്സൺ അല്ലെങ്കിൽ വുഡി ആലൻ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ സിനിമ. ആക്ച്വലി ഡിസ്ക്രൈബ് ചെയ്ത എനിക്ക് ഈ സിനിമയുടെ ഡിസ്ക്രിപ്ഷൻ ഇതാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ റിഹേഴ്സ് ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടം ഉള്ള ഒരാളാണ്, സീൻസ് റിഹേഴ്സ് ചെയ്യുന്നത് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഇവിടെ ആ ഒരു കാര്യം തന്നെ ബ്രേക്ക് ആവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം അത് ഒരു ചാലഞ്ച് ആയിട്ടാണോ, അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണോ, അത് ഓപ്പോസിറ്റ് ഫഹദ് ഫാസിലാണ്, അതെങ്ങനെ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? അവർ ആക്ച്വലി എന്നെ ഇതിൽ ഹെൽപ്പ് ചെയ്തത് ഇവരെല്ലാവരും ആണ്. നിങ്ങൾ പറഞ്ഞ പോലെ ജനറലി തന്നെ കോമിക് ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു ട്രിക്കി സംഭവമാണ്. ആൻഡ് ഈ സിനിമയില് ആക്ച്വലി അത് കുറച്ചുകൂടെ ചാലഞ്ചിങ് ആയിരുന്നു. കാരണം അൽത്താഫ്ക്കയുടെ ഈ ക്വർക്കി സ്റ്റൈൽ അൽത്താഫ്ക്ക് വളരെ നാച്ചുറൽ ആയിട്ട് വരും. പക്ഷെ എനിക്കത് കിട്ടാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. ആൻഡ് അച്ഛൻ എപ്പോഴും പറയും കോമഡി ഒരിക്കലും ഒരു സോളോ പെർഫോമൻസ് അല്ല, അതിനൊരു റിതം ഉണ്ട്. ആൻഡ് ആ റിതം സീൻ ചെയ്യുന്ന എല്ലാവരുടെയും എനർജിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ടെക്നിക്കലി ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് കെമിസ്ട്രി ആണ്. ആൻഡ് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കി ആയിരുന്നു. കാരണം എന്റെ ചുറ്റും ഫുൾ എല്ലാം ബ്രില്യൻ പെർഫോമേഴ്സ് ആണ്. ഫഹദ്, അൻരാജ്, ഐ മീൻ സുരേഷ് ഏട്ടൻ, വിനയുടെ കൂടെ എനിക്ക് കോമ്പിനേഷൻ സീൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും ടൈമിംഗ് അപാരാണ്. സോ ബേസിക്കലി ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ചെയ്തത് അവരുടെ റിതം പിടിച്ച് ആ വേവിന്റെ ഒരു പാട്ടാവാനാണ് ഞാൻ ശ്രമിച്ചത്. ആൻഡ് അതെനിക്കൊരു വലിയ ലേണിംഗ് കർവ് ആയിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ് പെർഫോം ചെയ്തത്. ഇപ്പം നമ്മൾ ഓരോ ആർട്ടിസ്റ്റിന്റെ കൂടെയും പെർഫോം ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ടേക്ക് അവേ ഉണ്ടല്ലോ. ഇപ്പം ശിവകാർത്തികന്റെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ അയാളുടെ എനർജിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ ആക്ടേഴ്സിനെ പറ്റിയും പറയാറുണ്ടല്ലോ. ഇപ്പൊ ഫഹദ് എന്ന് പറയുന്നത് മലയാളത്തിന്റെ ഒരു പവർ ഹൗസ് പെർഫോമറാണ്, ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലായ അല്ലെങ്കിൽ ആക്ടിങ്ങിനെ പറ്റി മനസ്സിലായ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ബേസിക്കലി ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം
നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ഓരോ ഷോട്ടിലും കോംപ്രമൈസ് എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. അത് ഉണ്ടാവാൻ പാടില്ല. ബേസിക്കലി എപ്പോഴും കമ്മിറ്റഡ് ആവണം. നമ്മളുടെ ഫുൾ ഫോക്കസ് അതിലിടണം. ആൻഡ് ബേസിക്കലി ആ ഒരു ഒന്നെങ്കിൽ നമ്മൾ 100% ഇടണം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കണം. എക്സാക്ട്ലി. സോ അതാണ്. ഓക്കെ, അതാണ് ഫഹദ്. ഇപ്പൊ ബെനിഫിറ്റ് ഒരു സിനിമ ഇറങ്ങുന്നതിനൊക്കെ മുമ്പ് പറയുന്ന ചില വേർഡിറ്റുകളൊക്കെ ഉണ്ട്. ഇപ്പൊ മാലിക് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് മുമ്പും ശേഷവും അടയാളപ്പെടുത്തുന്ന സിനിമയെന്ന് പറയുക. ഇപ്പോൾ ആട്ടം എന്ന് പറയുന്നത് ആദ്യമായിട്ട് അങ്ങനെ ഒരു ജോണർ, ഞങ്ങൾ പുതിയൊരു ജോണർ മലയാള സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതാണ് ചേംബർ ഡ്രാമ ജോണർ എന്ന് പറയുക. ഓടുംകുതിര ചാടുംകുതിരയുടെ വേർഡിക്റ്റ് എന്തായിരിക്കും, അങ്ങനെ ഒരു 1 ലൈനർ പറയുകയാണെങ്കിൽ? അത് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, ഇതൊരു ആബ്സല്യൂട്ട് ഫെസ്റ്റിവൽ ട്രീറ്റ് ആയിരിക്കും. നമ്മൾ ഓണത്തിന് നമുക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ട് തിയേറ്ററിൽ പോയിട്ട് മറ്റേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഓണമുണ്ടെങ്കിൽ പൂക്കളമാണ് ഓടുംകുതിര ചാടുംകുതിര. അതെ, പൂക്കളത്തിന്റെ മുകളിലാണ്. പൂക്കളം കുറച്ചും കൂടെ സട്ടിലായിട്ടുള്ള പരിപാടിയാണ്. ഓണം ഈ പറയുന്ന പോലെ ഓണസദ്യ സദ്യ, മറ്റേ ചെണ്ട, പുലികളി എന്നൊക്കെ പറയുന്ന പോലെ ഫുൾ കളർഫുൾ പരിപാടിയില്ലേ, അതാണ് സിനിമ. ഓക്കെ ഓക്കെ. സിനിമ തിയേറ്ററുകളിലേക്ക് എത്തട്ടെ. ആളുകൾ കുറേ ആയി ഈ പറഞ്ഞ ആഘോഷ സിനിമ കണ്ടിട്ട്. കല്യാണിയൊക്കെ ആ മീറ്ററിൽ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് അറിയാൻ വലിയ ആവേശമുണ്ട് ആളുകൾക്ക്. ഞങ്ങൾ ഡെഫിനറ്റ്ലി ലോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന ലിസ്റ്റിൽ. എല്ലാവരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. അൽത്തഫ് അടുത്ത സിനിമകളുമായിട്ട് എത്തട്ടെ. ഡാർക്ക് ഹ്യൂമർ ഐഡന്റിറ്റി അതുപോലെ തന്നെ വെക്കുക. നമസ്കാരം. താങ്ക് യു.